ഹലോ ഗൈസ്, ഇത് എൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. എനിക്കിത് ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയ കഥയും പറയാൻ പോകുന്നത് ഹൊററാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടി എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു റൂൾ മാത്രം എൻ്റെ ഗ്രാൻഡ് മദർ വെച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ പുറത്തോട്ട് പോകരുത്. അത് ഒരുമാതിരി ഗേൾസ് പുറത്തോട്ട് പോകുന്നുള്ള രീതിയിലല്ല, പോകരുത്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. പക്ഷെ ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തില്ല, കാരണം പ്രായം അതാണ്, ഒന്നും എടുത്തില്ല. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ കാണാണ്ടായി. ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾ ഇതിന് മുമ്പ് ചായക്കടയിൽ വെച്ച് മറന്നത്. അമ്മൂമ്മേനോട് പറയാണ്ട് തന്നെ രാത്രി ഞങ്ങൾ പോയി ചായക്കട നോക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ വീട് തൊട്ടടുത്തായിരുന്നു. അവിടെ പോയി വാങ്ങിക്കാൻ നേരിച്ചാൽ പോയത്. പക്ഷേ നോക്കിയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് അയാളുടെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. നോക്കിയപ്പോൾ അത് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു വോയിസ് എൻ്റെ ഫ്രണ്ടിൻ്റെ വിളിക്കുന്നു. അവൻ്റെ അമ്മയുടെ സൗണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിളിക്കുന്നു. ഹാർഡായിട്ടൊന്നുമല്ല, സോഫ്റ്റ്. ഞാൻ അവനോട് തിരിഞ്ഞ് നോക്കി ചോദിച്ചു, നീ അത് കേട്ടോ? അവൻ യെസ്. അവനൊരുമാതിരി ഷോക്കായിപ്പോയി. കാരണം ഇവൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവൻ്റെ അമ്മ ദുബായിലാണ്, ഞങ്ങളിവിടെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോഴേക്കും അവൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കനാലിലോട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ നീ ചെയ്യണേ എന്നാണ് പറഞ്ഞപ്പോൾ അവൾ ഷോക്ക്ഡായിരുന്നു. ഒരുമാതിരി ഉറക്കത്തിൽ എഴുന്നേറ്റ് പറയുന്ന പോലെ. അപ്പോൾ അവൾ പോലും അറിയണം ഇങ്ങനെ പോവുക, മനസ്സിലായോ? അപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്നിട്ട് അവളെ ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയപ്പോൾ അമ്മൂമ്മ അവിടെ ഡോർ തുറന്നിട്ട് മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യം മാത്രം പറഞ്ഞപ്പോൾ എന്നോട് അമ്മൂമ്മ പറഞ്ഞത്, ഇതിന് മുമ്പും കുറേ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ചെയ്യുന്നത് എനിക്കറിയാമായിരുന്നു, എനിക്ക് നിങ്ങളെ തല വേറെ വഴിയില്ല. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാൾ ഇതുപോലെ ഒരു 10 മണി കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയി. അതൊരാൺകുട്ടിയായിരുന്നു. ഇതുപോലെ സൗണ്ട് കേട്ടു, അങ്ങോട്ട് പോയി മുങ്ങി മരിച്ച്. പിന്നെ അത് കണ്ടിട്ടുള്ള ആളെ. അപ്പോൾ ബോഡി കിട്ടി. പിന്നെ ആളെ ജീവനോടെ കണ്ടിട്ടുള്ള അറിയാമല്ലോ. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായക്കടക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം കണ്ട് സാധിച്ചു 10:42. ഞങ്ങൾ അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ മിസ് കോൾ അവൻ്റെ അമ്മയുടെ അടുത്ത്. അവൻ്റെ അമ്മ ഉറങ്ങുമായിരുന്നു, ഒന്നുമില്ല. ഞങ്ങൾ അവളുടെ അമ്മയുടെ സൗണ്ട് കേട്ട അതേ സമയത്ത് ഇതായിരുന്നു എൻ്റെ ഫ്രൈറ്റനിങ് തിങ്. ഞങ്ങൾ പിന്നെ ഏരിയ കൂടി നടന്നിട്ടില്ലെന്ന് പറയാനോ.